ദൈവസ്നേഹത്തിലൂടെ നീതി ജീവിക്കുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 36 മുതൽ 38 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ പറയും, നിങ്ങളുടെ പിതാവ് അനുകമ്പയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും അനുകമ്പയുള്ളവരായിരിക്കുവിൻ. വിധിക്കരുത്, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. കുറ്റാരോപണം നടത്തരുത്, നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. ക്ഷമിക്കുവിൻ, കൊടുക്കുവിൻ, നിങ്ങൾക്കും അത് ലഭിക്കുക തന്നെ ചെയ്യും. 3 പടികളായി നമുക്ക് ഈ ധ്യാനത്തെ ക്രമപ്പെടുത്താം. 1, ദൈവത്തിൻ്റെ അനുകമ്പയിലേക്കുള്ള ക്ഷണം. ദൈവത്തിൻ്റെ അനുകമ്പയിലേക്കുള്ള ക്ഷണമാണ് സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗം. ദൈവത്തിൻ്റെ അനുകമ്പ നിന്നിൽ ഉണ്ടാകേണ്ടതിന് ദൈവനാമത്തിൽ നീ അനുകമ്പ മറ്റുള്ളവരോട് കാണിക്കേണ്ടതുണ്ട് എന്ന് വചനം ഓർമ്മപ്പെടുത്തുന്നു. മധുരമുള്ള കരുണ സത്യസന്ധതയുടെ യഥാർത്ഥമായ അംഗീകാരമാണ്. കരുണ ആവശ്യപ്പെടുകയും കരുണ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അവന് കടന്നുപോകേണ്ട പാലത്തെ സ്വയം തകർക്കുകയാണ് ചെയ്യുന്നത് എന്ന് തോമസ് ആദംസ് എന്ന ചിന്തകൻ പറയുന്നുണ്ട്. എപ്പോഴും നീതിയെ അന്വേഷിക്കുക, എന്നാൽ കരുണയെ മാത്രമേ സ്നേഹിക്കാവൂ. നീതിയെ സ്നേഹിക്കുകയും കരുണയെ വെറുക്കുകയും ചെയ്താൽ അനീതി ചെയ്യുവാനുള്ള ഒരു കാരണമായി അത് മാറുന്നു എന്ന് ക്രിസ് ജെയിംസ് എന്ന ചിന്തകൻ പറഞ്ഞു വയ്ക്കുന്നു. നീതിക്ക് മുകളിലാണ് എപ്പോഴും കരുണ. കാരണം കരുണ സ്നേഹത്തിൽ യാതൊരു മാനദണ്ഡവുമില്ലാതെ ഉളവാകുന്നതാണ്. എന്നാൽ നീതിക്ക് മാനദണ്ഡമുണ്ട്. അത് യോഗ്യതയും അയോഗ്യതയും നോക്കുന്നു. പഴയ നിയമത്തിലെ നിയമസങ്കല്പങ്ങളെ യഹോവയുടെ വിശുദ്ധി അനുകരിക്കുക എന്ന കൽപ്പനയിൽ നിന്ന് കർത്താവ് കരുണയാൽ നാം വിശുദ്ധീകരിക്കുകയാണ് എന്ന ബോധ്യത്തിലേക്ക് കൊണ്ടുവരികയാണ്. പഴയതിനെ മുറിച്ചു മാറ്റി പുതിയതിനെ സ്ഥാപിക്കുകയാണ് ക്രിസ്തു തൻ്റെ കരുണ വഴി. ഖദ് എന്ന ഹീബ്രു പദമാണ് ഇതിന് നിദാനമായി നിൽക്കുന്നത്. ഖാദോഷ് എന്ന പദമാണ് ഹീബ്രു ബൈബിളിൽ ഈ ആത്മീയ രൂപാന്തരീകരണത്തിന് ഉപയോഗിക്കുന്നത്. 2 അരുതുകൾ. 1, വിധിക്കരുത്. വിധിക്കാതിരുന്നാൽ വചനം പറയും, നിങ്ങളും വിധിക്കപ്പെടുകയില്ല. വചനം പറയുന്നത് വിധിക്കപ്പെടണമോ വേണ്ടയോ എന്നത് നിങ്ങളുടെ വിധി പ്രകാരമാണെന്ന് കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. 2, കുറ്റാരോപണം നടത്തരുത്. നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല. കുറ്റം ആരോപിക്കപ്പെടുവാനുള്ള പ്രധാന കാരണം നാം മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുന്നതാണ്. ഏറെ നന്മകൾ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പത്തിൽ ഒത്തിരി നന്മ ചെയ്തതുപോലെ സന്തോഷം സ്വന്തമാക്കുവാനുള്ള പോംവഴിയാണ് ഇവ രണ്ടും. വിധിക്കപ്പെടാതിരിക്കാനും കുറ്റമാരോപിക്കപ്പെടാതിരിക്കാനും നിങ്ങൾ ആരെയും വിധിക്കാതെയും കുറ്റമാരോപിക്കാതെയും ജീവിക്കുക എന്നതാണ് സർവപ്രധാനം. 3-ാം പടി, ആത്മീയ ലാഭത്തിൻ്റെ 2 പ്രവൃത്തികൾ. 1, ക്ഷമിക്കുവിൻ, നിങ്ങളോടും ക്ഷമിക്കപ്പെടും. 2, കൊടുക്കുവിൻ, നിങ്ങൾക്ക് അമർത്തിക്കുലുക്കി നിറഞ്ഞ് കവിയുന്ന നല്ല അളവിൽ ലഭിക്കും. മറ്റുള്ളവർക്ക് നാം നൽകുന്നതാണ് നമുക്ക് ലഭിക്കുന്നതിൻ്റെ അളവുകോൽ എന്ന സത്യം കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇത് ആത്മീയ നീതിയുടെ തലങ്ങളാണ്. എന്നാൽ സ്നേഹത്തിൽ നിന്നും ജനിക്കുന്ന കരുണയുടെ തലം അതിശ്രേഷ്ഠമാണ്. സ്നേഹത്തിലൂടെ ദൈവീക നീതിയുടെ മക്കളായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. മരണത്തോളവും സ്നേഹിച്ചു നീ എന്നെ, നിത്യതയോളവും കാത്തിടും എന്നെ നീ അമ്മയെ പോലെ എന്നും. എൻ മുഖം വാടാതിരിപ്പാനായി തന്നു നീ ജീവനും സർവവും. മാറാത്ത സ്നേഹിതൻ കൈവിടാതെന്നെ മാറോടണയ്ക്കുമെന്നും. ആനന്ദ സ്നേഹ
യേശുനാഥ. കൂട്ടിനായെന്നുമെന്നും ചാരെ അന്ത്യം വരെ സ്നേഹിതനെന്നും നീ യേശുനാഥ. അകന്നു ഞാൻ ജീവിച്ചു വഴി മറന്ന നാളുകളിൽ ആഴമളന്നിടാൻ സാധ്യമല്ലാത്ത നിൻ സ്നേഹം പകർന്നെന്നിൽ. കൃപമേൽ കൃപ ചൊരിഞ്ഞെന്നെ എന്നെന്നും വഴി നടത്തുമവൻ. കാത്തിരിക്കുമെന്നും കാതോർത്തെനിക്കായി കാൽവരി സ്നേഹരാജൻ. ആനന്ദ സ്നേഹമേ, നിസ്തുല സ്നേഹമേ, നാവാലവർണ്യമേ, അത്ഭുത സ്നേഹമേ. ആ സ്നേഹമെൻ എന്നാടുമെന്ധാനം, നീ മാത്രമാശ്രയം, സർവവും അതിൽ പൂർണ്ണം. സ്നേഹിതനെന്നും നീ യേശുനാഥ. കൂട്ടിനായെന്നുമെന്നും ചാരെ അന്ത്യം വരെ സ്നേഹിതനെന്നും നീ യേശുനാഥ.